വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഭാരത ബന്ദാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇന്ന് ഭാരത ബന്ദാണെന്ന്. കേരളത്തിന് പുറത്തുള്ള ആർക്കും അറിയില്ല ഇന്ന് ഭാരത ബന്ദാണെന്നുള്ളത്. അവിടെയൊക്കെ നിർബന്ധിച്ച് കട അടപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചെപ്പാക്കുറ്റി അടിച്ച് ഞെരിക്കുവന്മാർ എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലുള്ള ആൾക്കാരുടെ കരണക്കുറ്റി നോക്കി അടി കൊടുത്ത് കട അടപ്പിക്കുന്നുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടതാണല്ലോ. പല ആൾക്കാരും എന്തിനു പറയുന്നു, മെഡിക്കൽ സ്റ്റോറുകളുടെ ഗോഡൌണുകളിൽ വരെ ഈ ബന്ദിന്റെ അനുകൂലികൾ, അതായത് പൊതുജനങ്ങൾ പൊറുതിമുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ പൊറുതിമുട്ടിക്കാനായി മെഡിക്കൽ സ്റ്റോറിന്റെ ഗോഡൌണുകളിൽ വരെ കയറി അടയ്ക്കാൻ പറയുന്നു. അടയ്ക്കാൻ പറയുമ്പോൾ ചേട്ടൻ അതിന് എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത് ചോദിക്കുന്നു. അപ്പോ ഈ അടയ്ക്കാൻ പറഞ്ഞവൻ അവന്റെ താടിക്കിട്ട് തട്ടുന്നു, കണ്ണും മൂക്കും കണ്ടുകൂടാതെ ഇതാ അടച്ചു എന്ന് പറഞ്ഞ് ഇയാൾ അടച്ചിട്ട് പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത്. ഭാഗ്യത്തിന് റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിലൊന്നും ഇവർ ചെന്ന് ചാടിയില്ല, എങ്കിൽ പിന്നെ പൊടി പോലും കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഭാരത ബന്ദ് കേരളത്തിൽ മാത്രമായിരിക്കും നമുക്കറിയാലോ. സംഭവ സത്യമാണ്, കേരളത്തിൽ മാത്രമാണ്. ചുരുങ്ങി എന്താണ് ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് നൽകുന്ന സൂചന? നാളെ എന്തായാലും ദേശാഭിമാനിയിൽ നമുക്ക് വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണാൻ സാധിക്കും മോദിക്ക് താക്കീത്, മോദിക്ക് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളി വർഗ ജനങ്ങളുടെ താക്കീത് എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കാണാൻ സാധിക്കും. അങ്ങനെയാണോ? മോദിക്ക് താക്കീതാണോ ഇന്നത്തെ ബന്ദ്? മൂന്നാമത്തെ മോദി മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ നടക്കുന്ന നാലാമത്തെ പൊതുപണിമുടക്കാണിത്. അത് ഒന്നാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അത് അവസാന കാലഘട്ടത്തിൽ ആ ഒരു ടൈം തീരുന്നതിന് മുമ്പായിരുന്നു. രണ്ടാമത് നേരത്തെ തുടങ്ങി. ഇത് തുടങ്ങിയതിന് ശേഷം ആണ് പിന്നെ കർഷക സമരം തുടങ്ങിയത്. ടെസ്റ്റ് ഡോസ് ആണ് അന്ന് നടത്തിയത്, പക്ഷെ അത് കുറച്ച് വിജയിച്ചു, കർഷക സമരം. പിന്നെ മൂന്നാം ടൈമിലേക്ക് ഫസ്റ്റ് ബന്ദ് ആയിട്ടാണ്. ബന്ദ് അപ്പൊ ഇത് 10ഓളം സംഘടന, BMS ഒഴിച്ചിട്ടുള്ള എല്ലാ സംഘടനകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ പറഞ്ഞത് 25 കോടി പേർ, ഖനിത്തൊഴിലാളികളടക്കം 25 കോടി പേർ രാജ്യത്ത് പണിമുടക്കും, രാജ്യം നിശ്ചലമാകും. അതുകൊണ്ടാണ് ഇതിനെ ഭാരത് ബന്ദ് എന്നൊരു പേരിട്ടത്. പക്ഷെ ബന്ദുകൾ പലപ്പോഴും ഈ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷവും ഇല്ലെങ്കിൽ അവരുടെ ഫ്ലേവറുകളുള്ള സംസ്ഥാനങ്ങൾ ഒഴിച്ച് പണ്ടും വലുതായിട്ട് എങ്ങും വിജയിച്ച ചരിത്രവുമില്ല. പിന്നെ ഈ പെട്ടെന്നുണ്ടാകുന്ന ചില വികാരങ്ങളുണ്ടല്ലോ, ചില കൊലപാതകങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രാദേശികമായി ചില കടകൾ അടയ്ക്കുകയും വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. അത് ഇന്നും സംഭവിക്കുന്നുണ്ട് പലയിടത്തൊക്കെ. പക്ഷെ ബന്ദ് എന്നുള്ള നിലയിൽ അത് എങ്ങും വിജയമല്ല. തമിഴ്നാട്, ബംഗാള്, പിന്നെ ഈ പറയുന്ന ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുള്ള ബീഹാർ തുടങ്ങിയ ഇടങ്ങളിലാണ് പണ്ടും ബന്ദിനൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പണ്ടും എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ കാലത്തൊക്കെ. പക്ഷെ ഇത്തവണത്തെ ബന്ദ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ബന്ദായി മാറിയതാകെ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ, അത് കേരളത്തിൽ മാത്രമാണ്. ശ്രദ്ധിക്കേണ്ടതായൊരു വിഷയം, ഇത് ബന്ദ് അല്ല, ഇതൊരു പൊതു പണിമുടക്കാണ്. അതായത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവര് 17 ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന ഒരു പൊതു പണിമുടക്കാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളുണ്ട്. അതായത് ഡെയിലി വേജസിന് അവർക്കൊരു യൂണിയൻ ഇല്ല, അവരൊരു സംഘടിത തൊഴിലാളികളുമല്ല. രാവിലെ നമുക്കറിയാം, ഈ തമ്പാനൂരായാലും നമ്മുടെ ഈ ഓരോ ജില്ലകളിലും പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ ഒരു 7-7:30 ആകുമ്പോൾ അനവധി പേരാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ഇങ്ങനെ വന്ന് കൂടി നിൽക്കും. അവരെ നമ്മൾ ലോറിയിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ നമ്മൾ അതിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അത് കേരളത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും ഈ കാഴ്ച. ഇങ്ങനെയുള്ളവർ അസംഘടിതരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ആ ദിവസം പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അന്നത്തെ അന്നത്തിനുള്ള പൈസ കിട്ടൂ. കാരണം ഈ സമരം ചെയ്യുന്നവര് സംഘടിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ സംഘടിത യൂണിയനിൽ പെടുന്നവരും സംഘടിത തൊഴിലാളികളുമാണെങ്കിൽ ഇവര് കാരണം പട്ടിണിയിലായിരിക്കുന്ന അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അവർക്ക് യൂണിയനില്ല, യൂണിയനകത്ത് യാതൊരു ഉറപ്പില്ല. കാരണം നാളെ എനിക്ക് പണിയുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഞാനപ്പോ എവിടുത്തെ തൊഴിലാളിയാണെന്ന് എങ്ങനെ പറയും? ഒരു ലേബറാണ് ഞാൻ, ഡെയിലി വേജസിന് പോകുന്ന ഒരു ലേബറാണ്. എന്നെ നാളെ ഒരാൾ വിളിച്ചാൽ ഞാൻ പോകും, വിളിച്ചില്ല ഞാൻ പോകില്ല. പക്ഷെ ഞാൻ അതിനു വേണ്ടി തയ്യാറെടുത്ത് രാവിലെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എനിക്ക് എങ്കിൽ അത് തൊഴിലാളി വർഗത്തിന്റെ ഒരു സമരമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം. അത് അവിടെ നിൽക്കട്ടെ, അതെന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഭാരത ബന്ദ് ഒരു ടെസ്റ്റ് ഡോസ് ആണ്. അതായത് മോദി സർക്കാരിന്റെ ആ ഒരു ഇപ്പോഴത്തെ ആ നില എങ്ങനെയുണ്ട്, ഇതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ 3 ടൈമിലെയും ഹർത്താലും ബന്ധുവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രതിഷേധങ്ങൾ, കർഷക സമരവും പൗരത്വ ഭേദഗതി സമരവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ചീറ്റിപ്പോയി എന്നുള്ളതാണ്. അതായത് ഇനി ഈ അടുത്ത കാലത്തൊന്നും ഇവർക്കൊരു പ്രതിഷേധിക്കാൻ ഒരു സ്കോപ്പില്ല. അതിനും മാത്രം ദുർബലമായി പോയി ഇന്ത്യയിലെ പ്രതിപക്ഷം. കാരണം BMS ഒഴിച്ചുള്ള ബാക്കിയുള്ള 10 പ്രബലമായ ട്രേഡ് യൂണിയനുകൾ, ITUC അടക്കം പങ്കെടുത്തിട്ട് പോലും ഇതിനെ എങ്ങും ഒരു ചലനമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കേരളത്തിൽ പിന്നെ നമുക്കറിയാം,
ഈ ഹർത്താൽ നേക്ക് കഴിയുമ്പോൾ കുപ്പിയും കപ്പയുമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അത് ആഘോഷമാക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർക്കൊന്നും പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഇല്ല. ഒരു അവധി ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ളൊരു അപ്പുറത്തേക്ക് അതെ ഒന്നുമില്ല. അതെ അത്രേ ഉള്ളൂ. വെറുതെ ഒരു നമ്മൾ കണ്ടതാ വാട്സപ്പിനകത്തൂടെ ഹർത്താലെന്ന് ഇട്ടപ്പോഴത്തേന് ഹർത്താലായ നാടാണിത്. വാട്സപ്പിൽ കൂടെ ആരോ സന്ദേശം ഇട്ട്. അതെ അതെ അതെ. അപ്പോ ഇത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഹർത്താൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടി പോലും വേണ്ട. ഏതെങ്കിലും വിവരത്തിന്റെ രാത്രി ഇരുന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും 10 പേര് അത് വിശ്വസിക്കുകയും പണിക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു നാടായത്. അപ്പൊ അവിടെ ഇത് വിജയിച്ചു എന്നുള്ളതിൽ വലിയ കഥയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, അവർക്കിത് ഭരണമുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭരണം ഇരിക്കുമ്പോൾ അവരുടെ യൂണിയനുകളാണ് ഇത്ര ശക്തമായി, അവർക്കും ഈ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും അവർക്കിവിടെ വണ്ടി തടയേണ്ടി വന്നതെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും അത് അവരുടെ ഗതികേടാണ് കാണിക്കുന്നത്. അതായത് ആ യൂണിയനിൽ പെടുന്നവർക്ക് പോലും അതിനോട് സമരസപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ അത് കാണിക്കുന്ന ഒരു കാര്യം. KSRTC ഇല്ലെങ്കിൽ ഒരു ഇന്ന് പൊതുനിരത്തിൽ ഇറക്കുമെന്നാ പറഞ്ഞത്. ഇറക്കിയാൽ കാല് തല്ലി ഒടിക്കുമെന്ന് CITU ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ KSRTC പോയിട്ട് പോലീസിന്റെ സഹായം തേടി. പോലീസിന്റെയും കാല് തല്ലി ഒടിക്കുമെന്നാണ് CITU പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അവർക്ക് കടകൾ അടപ്പിക്കേണ്ടി വന്നതെങ്കിൽ അത് ഒരു പാപ്പരത്വം തന്നെയാണ് കാണിക്കുന്നത്. ശരിക്കും അത് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം അവരുടെ ആവശ്യങ്ങളിലൊക്കെ ന്യായമാണ്. ഈ ബന്ദ് ന്യായമാണെന്ന് തോന്നുന്നവനായിരുന്നെങ്കിൽ അവൻ കടയടച്ച് പോകണമായിരുന്നല്ലോ. ഇവരൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അവൻ എന്തുകൊണ്ട് തുറന്നു വെച്ചു എന്ന് വെച്ചാൽ അവന്റെ വീട്ടിലെ പട്ടിണി മാറ്റാനാണ്. ഈ തുറന്നു വെച്ചവൻ ആരും BJP-ക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, BMS കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതെന്ത് വായിക്കട്ടെ, ഇത് അതിന്റെ ഒരു വേറൊരു വശം. പക്ഷെ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിക്കെതിരെ എന്തായാലും ഈ ഒരു ടൈമിൽ പോലും പ്രതിപക്ഷത്തിന് ഒരു ശക്തമായ സമരം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ട് ടെസ്റ്റ്. ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരിക്കുന്നത് ടെസ്റ്റ് ഡോസ് ആണ്. ഇതിൽ എന്ത് എഫക്റ്റ് ഉണ്ടാകും, രാജ്യത്ത് എവിടെയൊക്കെ നിശ്ചലമാകുമെന്നുള്ളതാണ്. പക്ഷെ അവർ പ്രതീക്ഷിച്ച തമിഴ്നാട് പോലും അവർക്കൊരു ചലനം സൃഷ്ടിക്കാൻ അതിന് കഴിഞ്ഞില്ല. മെട്രോയൊക്കെ, ചെന്നൈ മെട്രോയൊക്കെ പതിവ് പോലെ തന്നെ പോകുന്നു മുമ്പോട്ട്. ബംഗാളിൽ നമുക്കറിയാം എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രശ്നമുണ്ടാകുന്നു. അവിടെ മിഡ്നാപ്പൂരിൽ മാത്രമാണ് ഒരു സംഘർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിഡ്നാപ്പൂരിൽ അവിടെ ഈ ബസ് ഡിപ്പോയിലേക്ക് സമരക്കാർ വരികയൊക്കെ ചെയ്തു. പിന്നെ സ്വാഭാവികമായി ബീഹാറിൽ എന്ത് വന്നാലും റെയിൽവേ ട്രാക്കിൽ കുത്തിയിരിക്കുന്ന ആളുകളാണ്, പാർട്ടിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വന്ദേ ഭാരത് ട്രെയിൻ തടയാൻ ഒരു ശ്രമം നടത്തി. ഈ രണ്ട് വിഷയങ്ങളല്ലാതെ UP-യിലോ ഈ പറയുന്ന മധ്യപ്രദേശിലോ രാജസ്ഥാനിൽ, എന്തിനേറെ പറയുന്നു CPM അല്പമെങ്കിലും അവശേഷിക്കുന്ന ത്രിപുരയെ പോലും ഇതിനൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പൊതുപണിമുടക്ക് അത് ചിലപ്പോൾ ന്യായമായ ആവശ്യങ്ങൾ തന്നെ ആയിരിക്കാം. അതിനകത്തൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല, ന്യായമായ ആവശ്യങ്ങളായിരിക്കാം. പക്ഷേ അത് തൊഴിലാളി സംഘടനകളാണ്, അതായത് ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നടത്തുന്ന ഒരു സമരം ഇന്ന് അതിന് കാര്യമാത്ര പ്രസക്തമായിട്ട് അവര് പോലും ഏറ്റെടുത്തിട്ടില്ല. ഇന്നിപ്പോ ബാംഗ്ലൂരൊക്കെ വളരെ സാധാരണ നിലയിൽ പോകുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഒരു സമ്പൂർണ്ണ ബന്ദ് ഉണ്ടാകില്ല. ആര് നടത്തിയ, നാളെ ഈ BJP നടത്തിയാൽ പോലും അത് സമ്പൂർണ്ണ ബന്ദ് ആകില്ല. കാരണം ഇന്ന് നമ്മുടെ പല ജോലികളും വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഞാൻ IT മേഖലയിലുള്ള ചില ആൾക്കാർ ഇത് അറിയാനുള്ള കൗതുകം കൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് നാളെ അവധിയുണ്ടോ, അവധിയാണോ? അപ്പൊ അവര് പറഞ്ഞത്, മാസത്തിൽ ഞങ്ങൾ 2 തവണ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്, അതിനുള്ള ഒരു ഇതുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റം, വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പോലും ജോലി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ബന്ദ് ഇല്ലെങ്കിൽ പിന്നെ ഇനി ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ബന്ദ് നടത്തുക, നേരെ പോയിട്ട് ഈ ഉപഗ്രഹങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ദ് സമ്പൂർണ്ണ വിജയമായിരിക്കും. കാരണം ഒരിടത്തെ ഒരു വഴി സിസ്റ്റം വർക്ക്, കറണ്ട് കട്ട് ചെയ്തിടുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂലേ? അതാ പറഞ്ഞു. ഇത് പിന്നെ ഉപഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ള, സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ആകെ ഒരു വഴി. അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ IT മേഖല അടക്കം സ്തംഭിച്ചു പോകും. ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കും അത് റിക്കവർ. എന്തിന് ജനങ്ങളുടെ മാനസിക നില തന്നെ ഒരു പക്ഷെ തെറ്റിപ്പോകും. 2 മണിക്കൂർ നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. അത് മാത്രമേ ഇനി അവശേഷിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ ആ ഒരു ലീഡർഷിപ്പിന് യാതൊരുവിധ കോട്ടവോ ഇല്ലെങ്കിൽ അതിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ പ്രതിപക്ഷത്തിന് ഈ 3ാം ടൈമിലും കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ബന്ദ്. പക്ഷെ ഇതിനെ ഇവർ പൊതുപണിമുടക്ക് എന്ന് പറഞ്ഞിരുന്ന കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു. കാരണം പൊതുപണിമുടക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ആരാണെന്നറിയാം, പണിമുടക്കിൽ പങ്കെടുക്കുന്ന ആരായിരിക്കും? സ്വാഭാവികമായ തൊഴിലാളികളാണ്. തൊഴിലാളി ആ ഒരു പാർട്ടിയോടനുബന്ധിച്ച് നിൽക്കുന്നവരായിരിക്കും. പക്ഷെ ഭാരത് ബന്ദ്, ജനജീവിതം ഇന്ത്യയിലെ സ്തംഭിക്കും, അതാ 25 കോടി പേർ പങ്കെടുക്കുമെന്നൊക്കെ കൊട്ടിഘോഷിച്ച് മാസങ്ങളോളം പ്രയത്നിച്ചിട്ടാണ് ഈ ബന്ദ് ഇവർ വെച്ചിരിക്കുന്നത്. ഒരുപാട് വലിയ പ്രചരണമായിരുന്നു. ഈ കോടികൾ എന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. തൊഴിലാളികളുണ്ട് അത്രയും ഇന്ത്യ മുഴുവൻ. പക്ഷെ ആ തൊഴിലാളികളൊന്നും ഇന്നെല്ലാവരും പണിക്ക് പോയി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിരോധാഭാസം. കാരണം അവർക്ക് അതിന്റെ പൊള്ളത്തരം മനസ്സിലാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം അവധി എടുത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ ഈ ഒരു ദിവസം പണിക്ക് പോകാതിരുന്നിട്ട് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ, അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഈ പണിമുടക്ക് എന്ന് പറയുന്നതിന്റെ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർഷക ദ്രോഹ നയങ്ങൾ എന്നാണ്. എന്താണ് കർഷക ദ്രോഹ നയം കേന്ദ്രത്തിന്റെ?
കർഷക ദ്രോഹ നയത്തിന് ശരിക്കും സമരം ചെയ്യേണ്ട ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷകർ ദ്രോഹിക്കപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്ന, നശിപ്പിച്ച ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ഉം. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത്, ഇത് കേന്ദ്രത്തിനെതിരെ പോകുന്നതിന് മുമ്പ് ആദ്യം സംസ്ഥാനത്തിനെതിരെ, നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് കേരളത്തിലുള്ളവർ ആദ്യം സമരം ചെയ്യേണ്ടത്. ഈ കർഷക ഉം. വിരുദ്ധം ഉം. എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. ഇനി കർഷക ഉം. സമരം നമ്മൾ കണ്ടതാ 2019 തൊട്ടേ നമ്മൾ കാണുന്ന കർഷക സമരം, 19 20 ഉം. ആകുമ്പോഴേ ഉം. നമ്മൾ ഉം. കാണുന്നതാ. ആ സമരം ഇന്ന് തേഞ്ഞൊട്ടി തീർന്നു. ആ സമരത്തിനകത്ത് വലിയ കഴമ്പില്ല എന്ന് ഹരിയാനയിൽ ജനം വിധി എഴുതി. തോറ്റു തുന്നം ഉം. പാടുമെന്ന് ഉം. പറഞ്ഞൊരു പാർട്ടിയെ വീണ്ടും അവർ അധികാരത്തിൽ ഏറ്റിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി: കർഷക സമരത്തിന് ഇനി അധിക നാൾ വോയിസ് ഇല്ല എന്ന് മനസ്സിലായി. അതിനിടെ ഉം. ഗുസ്തിക്കാരിറങ്ങി. അവസാനം ഇപ്പൊ ഗുസ്തിക്കാരും പറയുന്നത് അവരും BJP ചേരാൻ പോവാണ്, ആ ഫോർട്ടൊക്കെ ഉം. ചേരാൻ പോകുന്നത് വാർത്തകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, തൊഴിലാളികൾക്ക് പ്രതിഷേധിക്കാനും ഒക്കെ അവകാശമുണ്ട്, അത് വേണം, വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഉം. ഇതുപോലെയുള്ള പൊതു പണിമുടക്കുകൾക്ക് ഇനി ഇന്ത്യയിൽ വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഒരു ബന്ദിന് വലിയ സ്കോപ്പില്ല. അതിപ്പോ BJP നടത്തിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇനി ഒരു വലിയ ഉം. സ്കോപ്പ് ഇല്ല. ഉം. കാരണം ബലം പ്രയോഗിച്ച് നമുക്ക് യാത്രകൾ തടയാം എന്നുള്ളതല്ലാതെ. കാരണം നമ്മൾ ഉം. ഒരുപാട് ഉം. ഉം. മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഉം. ജപ്പാനിലും മറ്റുമൊക്കെ അവർ പണിമുടക്കുന്ന സ്ലോ ഡൗൺ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ വർക്ക് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ടാണ് അവരിത്. അപ്പോഴും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ 2 ചെരുപ്പ് ഉണ്ടാക്കുന്നതിന് പകരം 1 ചെരുപ്പ് നിർമ്മിച്ചുകൊണ്ട് അവരിങ്ങനെ സ്ലോ ഡൗൺ ആയിട്ടാണ് ചെയ്യുന്നത് പറയുന്നിട്ടുണ്ട്. പക്ഷെ ഉം. ഉം. ഇവിടെ ഉം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എല്ലാം അടച്ചിട്ടുകൊണ്ട് തുറക്കരുത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു രീതി മാറിയിരിക്കുന്നു, ആ ഒരു പ്രാകൃതമായ രീതി മാറിയിരിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും തരത്തിൽ, കാരണം ഇപ്പൊ ആധുനിക കാലഘട്ടമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ക്യാമ്പയിനുകളും ഹാഷ്ടാഗുകളും ഒക്കെ ഉം. പ്രതിഷേധത്തിന്റെ ഉം. ഉം. ഭാഗമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പുതിയ സമരമാർഗത്തിലേക്ക് പോകുന്നതായിരിക്കും ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും തൊഴിലാളി സംഘടനകൾക്കും നല്ലത് എന്ന് കരുതിയിട്ട് ഓക്കെ. അവർ ഉയർത്തിയ ആവശ്യങ്ങളൊന്നും തെറ്റാണെന്നോ ഉം. മോശമാണെന്നോ ഒന്നും ഒരു അഭിപ്രായവുമില്ല. പക്ഷെ രാജ്യത്തിന് വീണ്ടും ഒരു ഉണർവേകിക്കൊണ്ട് പ്രതിപക്ഷത്തെ ഒന്ന് ഉണർത്തിയെടുക്കാൻ നടത്തിയ ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ 240 സീറ്റും നേടി മോദി ഇപ്പോൾ നിൽക്കുന്നത് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ്. ആ സമയത്തും മോദിയുടെ പാർട്ടിയിലെ മോദിയുടെ ആ ഒരു ഭരണത്തിന് ഒരു പോറലും ഉം. ഏൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് 2 കാര്യങ്ങളുണ്ട്. അത് മോദിയുടെ ഇമേജ് കൊണ്ട് മാത്രവുമല്ല, നമ്മുടെ രാജ്യം ഉം. ഒരുപാട് മാറിയത് കൊണ്ടും പുതിയ ഒരു തലമുറയ്ക്ക് ഈ ഇത്തരം പണിമുടക്കുകളോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും അവരുടെ മേഖലകളൊക്കെ എപ്പോഴും ഓപ്പൺ ആയതുകൊണ്ടും മാറുന്ന തൊഴിലിടങ്ങൾ മാറുന്നത് കൊണ്ടും ആ സാഹചര്യമൊക്കെയാണ് ഈ ഉം. ഉം. രീതിയിലേക്ക് ഇതിനെ മാറ്റിമറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓക്കെ. ബന്ദ് കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ, ബന്ദ് നടത്തിയവർ ഒന്നും നേടിയില്ല, അവർ പരാജയമാണെന്ന് ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു.